നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പോവാണ്. ഇവിടുത്തെ സ്കിറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ പെർഫോമൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ. അപ്പൊ ലാലേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളെ നേരിട്ട് കാണാനും ഈ ഒരു അപ്രിസിയേഷനും. അതെ അതെ, ലാലേട്ടനാ. അപ്പൊ എന്തായാലും ഞാൻ ലാലേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒരുപാട് സന്തോഷത്തോടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. The one and only ലാലേട്ടാ. ലാലേട്ടാ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ആദ്യം മാച്ച് ദ ഫോളോവിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മാച്ച് ദ ഫോളോവിംഗ് കംപ്ലീറ്റ് ചെയ്തോളൂ. ഇത് ഇവന്റെ അച്ഛനല്ലേ? പേരൊന്ന് ചോദിക്കട്ടെ, പേരെങ്ങനെയാ? റെജുലാൽ ആർപി. റെജുലാൽ ആർപി. ആ എടാ, ആരെയും വന്നേക്കുന്നേ മുഖത്തൊരു നാണ. ഞങ്ങൾക്ക് അറിയില്ല അച്ഛൻ ഇങ്ങനെ മോഹൻലാലിന്റെ ഫിഗർ ഒക്കെ ചെയ്യുന്നു. ഫ്ലോറിൽ മാത്രമേ മോഹൻലാലുള്ളൂ, വീട്ടിൽ ചാക്കോ മാഷ. പിന്നെ പണ്ട് ബാല്യതൊക്കെ ഉണ്ടായിരുന്നു. ആ അതെ അതെ, ഞാൻ ഒരു കലാകാരനായിരുന്നു നേരത്തെ. എനിക്ക് ഇങ്ങനെ ഒരു കലാ ഫീൽഡിൽ വളർന്നു വരുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും സാഹചര്യങ്ങൾ ഒത്തില്ല. എൻ്റെ അച്ഛനും ഞാനും കൂടെ 91 കാലഘട്ടങ്ങളിൽ നമ്മുടെ ദൂരദർശനിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ എൻ്റെ മകന്റെ കൂടെ എനിക്ക് 2025 എൻ്റെ മകന്റെ കൂടെ ഇതുപോലെ ഒരു സ്കിറ്റ് ചെയ്യാനും അഭിനയിക്കാനും എനിക്ക് സാധിച്ചതിൽ എനിക്ക് വളരെ ദൈവത്തിനോട് നന്ദി പറയാനുണ്ട്. എനിക്ക് ട്രിവാൻഡ്രം കോർപ്പറേഷനിലാണ്. അപ്പൊ ശ്രീവരാ മുരുകനെ അറിയാമോ? ശ്രീവരാമ മുരുകനും ഞാനും കൂടെ തന്നെ ആദ്യം മാട്ട സെറ്റപ്പ് ആയിരുന്നു. സ്കിറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സജഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ടോ? ആണ്. അല്ല, ഞാനും മകളും ഇവനും ഒക്കെ കൂടെ വീട്ടിൽ ഡാൻസ് ഒക്കെ കളിക്കും, പിന്നെ മറ്റേ റീൽസ് എടുക്കും. നമുക്ക് ഇവിടെ രണ്ടുപേരുടെ ഒരു ഡാൻസ്. അടിപൊളി. അച്ഛനും ക്ലാസ് പൊളി പൊളി പൊളി, സൂപ്പർ ആയിരുന്നു കേട്ടോ. ഗംഭീരായിരുന്നു. ഹാപ്പി ആയില്ലേ? ഞങ്ങളും ഒരുപാട് ഹാപ്പി ആയി. കാരണം നിങ്ങൾ രണ്ടുപേരും ആസ് എ ഫാമിലി എന്നുള്ള രീതിയിൽ അല്ലേ. ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാനിത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. അപ്പൊ ഈ ഒരു ഓളത്തില് എനിക്ക് തോന്നുന്നു ഒരു ഗസ്റ്റിനെയും കൂടെ ഞാൻ ഇവിടെ വിളിക്കാം. ഒരാളും കൂടെ, പക്ഷെ പ്രവാസിയാണ് വരാൻ പോകുന്നത്. ഞാൻ വേറെ കാര്യങ്ങൾ പറയുന്നത്, നമുക്ക് ആരാന്നുള്ളത് നോക്കാം. റെഡിയാണോ? ലെറ്റ്സ് വെൽക്കം ദാറ്റ് സർപ്രൈസ് ഗിഫ്റ്റ് ടു കോമഡി മാസ്റ്റർ. അച്ഛാ ഇങ്ങോട്ട് വാ, അച്ഛാ ഇങ്ങോട്ട് വാ. സത്യം പറയണ, അച്ഛന്റെ ഫിഗർ ചെയ്യാൻ വേണ്ടി ഏതോ ചുള്ളനെ നീ കൊണ്ടുവന്നേക്കുന്നത്? അല്ല, ഇതിന്റെ അച്ഛൻ. ഉറപ്പാണോ? ഇത് കണ്ടിട്ട് അച്ഛൻ ലുക്ക് തോന്നുന്നില്ലല്ലോ. എന്റെ അച്ഛൻ എഴുതി വെച്ചേക്കല്ലേ നോക്ക്. ശരിക്കും സസ്പെൻസ് ആയിട്ടൊന്ന് വന്നാണ് ഇവിടെ. അപ്പൊ ഞാൻ നോക്കിയപ്പോ അച്ഛന്റെ അച്ഛൻ നിക്കണ ഇവിടെ. എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ അച്ഛനമ്മമാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ സ്കിറ്റ് ചെയ്താൽ അവർ തന്നെ എഴുതി ചെയ്യുവാണെങ്കിൽ കിടിലമായിരിക്കും. അതിന്റെയൊക്കെ വിത്തല്ലേ. ഞാൻ അലീന ഇതിന്റെ മുമ്പേ പറഞ്ഞല്ലേ, രാകേഷിന്റെ അമ്മ. എല്ലാരും ടാലന്റഡ് ആൾക്കാരാണ്. അയ്യോ, അമ്മ ഭയങ്കര ടാലന്റഡ് ആണ്. എല്ലാരും ചെറുപ്പത്തിലെ കുറെ പ്രോഗ്രാം ഒക്കെ ചെയ്ത് ബാലയൊക്കെ കളിച്ചിട്ടുണ്ട്. ഓ നൈസ്. ഇന്ന് ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ഇന്ന് ലാൻഡ് ചെയ്ത് നേരെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുവാ. വെരി ഗുഡ്. അപ്പൊ ഒന്ന് കാറ് തപ്പേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ഒരു പെർഫോമൻസ് നമുക്കിനി കാണാം. ഡാൻസ് വേസടാ മുണ്ട് ഉടുത്തിട്ടുണ്ടോ? ഉണ്ട്, ഉടുത്തിട്ടുണ്ടോ? അഴിഞ്ഞു പോകുന്നില്ല. തേജസ്സേ, മര്യാദക്ക് നോബി ചോദിച്ചതാണ് മുണ്ട് മുണ്ട് ഊരൂലെന്നില്ല. ഇല്ല, അതിന്റെ ഇടയ്ക്കേ അവൻ കൈ ചെയ്തിട്ടൊരു പുഴുവടി കൂടാ.
അല്ല ആ പുഴുവടിച്ചപ്പോ വയറൊട്ടി അപ്പൊ മുണ്ടകളി. എന്തായാലും അടിപൊളിയായിരുന്നു. രണ്ടപ്പന്മാരും പൊളിയാണ്. ഇനി ഒരാളും കൂടി വരണം. ഒരാളും കൂടെ വൈകേരച്ചമ്പന്ന് താഴെ വെക്കണ് രജനികാന്തിന്റെ ഫിഗറിൽ. എന്തായാലും ഗംഭീരമായിരുന്നു അല്ലെ? സ്കിറ്റും കൊള്ളായിരുന്നു, അതുപോലെ തന്നെ അച്ഛന്മാരുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു.